അമേരിക്കയുടെ അധികാരകേന്ദ്രങ്ങളുടെ നിഴലുകളിൽ വർഷങ്ങളോളം ചോദ്യം ചെയ്യപ്പെടാതെ നിലനിന്ന ഒരു പേരുണ്ട്: ജെഫ്രി എപ്സ്റ്റൈൻ. സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് ഉയർന്ന എപ്സ്റ്റീൻ വളരെ കുറച്ചുകാലത്തിനുള്ളിൽ അസാധാരണമായ സമ്പത്ത് സമ്പാദിച്ചു. എന്നാൽ അതിന്റെ ഉറവിടം ഒരിക്കലും വ്യക്തമായില്ല. സമ്പത്ത് എപ്സ്റ്റീനിന് വാതിലുകൾ തുറന്നു. രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ ശക്തരായ ആളുകളുമായി അടുത്ത ബന്ധങ്ങൾ രൂപപ്പെട്ടു. 2000കളുടെ തുടക്കത്തിൽ തന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ചൂഷണം ചെയ്തെന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു. പക്ഷേ അവ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ പൂർണ്ണമായി എത്തിയില്ല. 2008 നടന്ന ഒരു വിവാദ നിയമകരാർ എപ്സ്റ്റീനിന് വളരെ ലഘുവായ ശിക്ഷ മാത്രമേ നൽകിയത്. പിന്നീട് നീതിന്യായ സംവിധാനത്തിന്റെ വലിയ പരാജയമായി കണക്കാക്കപ്പെട്ടു. ഈ കരാറിരകളുടെ ശബ്ദം മൂടിപ്പുതച്ചുവെന്ന് വിമർശകർ പറയുന്നു. നീതി ലഭിക്കേണ്ടവർ വീണ്ടും അവഗണിക്കപ്പെട്ടു. വർഷങ്ങളോളം എപ്സ്റ്റീൻ പൊതുജീവിതത്തിൽ തുടരുകയും ആരോപണങ്ങൾ പിന്നണിയിലാകുകയും ചെയ്തു. അധികാരം ചോദ്യം ചെയ്യപ്പെടാതെ തുടരുന്ന ഒരു കാലഘട്ടം. 2019 പുതിയ തെളിവുകളും സാക്ഷിമൊഴികളും അടിസ്ഥാനമാക്കി എപ്സ്റ്റീനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. ഈ സമയം കേസ് കൂടുതൽ ശക്തമായി മുന്നേറുകയായിരുന്നു. വർഷങ്ങളായി മറഞ്ഞുകിടന്ന ഒരു കഥയെ വീണ്ടും പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അറസ്റ്റിന് പിന്നാലെ എപ്സ്റ്റീൻ ന്യൂയോർക്കിലെ ഒരു ജയിലിൽ തടവിലായി. സുരക്ഷയും നടപടിക്രമങ്ങളും കടുത്ത പരിശോധനയ്ക്ക് വിധേയമായി. 2019 എപ്സ്റ്റീൻ തന്റെ സെല്ലിൽ മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടു. ഔദ്യോഗിക റിപ്പോർട്ട് ഇത് ആത്മഹത്യയെന്ന് വ്യക്തമാക്കി. എന്നാൽ സുരക്ഷാ പിഴവുകളും ക്യാമറ തകരാറുകളും കാവൽക്കാരുടെ വീഴ്ചകളും നിരവധി സംശയങ്ങൾ ഉയർത്തി. എപ്സ്റ്റീന്റെ മരണത്തോടെ അദ്ദേഹത്തിന്റെ ബന്ധങ്ങളും നെറ്റ്വർക്കും സംബന്ധിച്ച പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കാതെ പോയി. ഈ കഥയുടെ കേന്ദ്രത്തിൽ വർഷങ്ങളോളം നീതി കാത്തിരുന്ന ഇരകളുണ്ട്. അവരുടെ അനുഭവങ്ങൾ പലപ്പോഴും മറവിയിൽപ്പെട്ടു. എപ്സ്റ്റീൻ കേസ് ഒരാളുടെ കുറ്റകൃത്യങ്ങളുടെ കഥ മാത്രമല്ല, അതൊരു സംവിധാനത്തിന്റെ പരാജയത്തിന്റെ കഥയാണ്. മാധ്യമ ശ്രദ്ധ കുറഞ്ഞപ്പോൾ പല ചോദ്യങ്ങളും വീണ്ടും നിശബ്ദമായി. സത്യം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ മന്ദമായി. ജെഫ്രി എപ്സ്റ്റീൻ കഥ നമ്മോടൊരു ചോദ്യം ചോദിക്കുന്നു: നീതി വൈകുമ്പോൾ അത് വെറും വൈകല്യമാണോ അല്ലെങ്കിൽ നീതി നിഷേധമാണോ?